വടകരക്കകത്ത് ഒരു മസ്ജിദിൽ പോലീസ് ബൂട്ടിട്ട് കയറി. പോലീസ് ബൂട്ടിട്ട് കയറിയത് നിയമപരമായി ശരിയാണോ തെറ്റാണോ എന്നത് ഏറ്റവും പ്രധാന ചോദ്യം. അടിയന്തര സാഹചര്യത്തിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ഫയർ സർവീസ് വന്ന് രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണോ? ഒരു സംഘർഷാവസ്ഥ അത് ലഘൂകരിക്കണോ? കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പോലീസ് ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ പോലീസ് ബൂട്ട് അഴിച്ചു മാറ്റേണ്ടതുണ്ടോ? ഇതിന്റെ നിയമപരമായ വിഷയം അറിയുന്നവർ ദയവായി നിങ്ങൾ അഭിപ്രായം പങ്കുവെക്കണം. പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവരുടെ ബൂട്ട്. എന്നാൽ പള്ളിക്കകത്ത് പോലീസ് കയറിയത് ശരിയാണോ എന്ന ചോദ്യത്തിന് കയറിയത് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് നമ്മൾ രാഷ്ട്രീയം കൊണ്ട് കലർത്തിയിട്ട് പിണറായി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണോ VD സതീശൻ ഭരിക്കുമ്പോഴാണോ എന്ന് നോക്കേണ്ടതില്ല. ഒരു സംഘർഷാവസ്ഥ വരുമ്പോൾ, അവിടെ സംഘർഷം കൂടുതൽ പ്രശ്നമാകുമെന്ന് വരുമ്പോൾ അവിടെ പോലീസ് ഇടപെടേണ്ടത് നിർബന്ധമാണ്. അത് പള്ളിയിലായാലും അമ്പലത്തിലായാലും മറ്റേത് ആരാധനാലയത്തിലായാലും അങ്ങനെ കയറേണ്ടി വരും. മാത്രവുമല്ല, മുമ്പൊരിക്കല് ഒരു മുസ്ലിം മന്ത്രി പോലീസിന്റെ ലാത്തി കർമൂസ കുത്താനുള്ളതല്ല എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയും വേണം. സംഘർഷം വരുമ്പോൾ പോലീസ് വരും. യഥാർത്ഥത്തിൽ പോലീസിനേക്കാൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഏത് ഘട്ടത്തിൽ ഏത് ദിവസത്തിലാണ് ഇങ്ങനൊരു സംഘർഷാവസ്ഥ പള്ളിയിലുണ്ടത്. സാധാരണ പള്ളികളിലൊക്കെ അതിന്റെ ഭരണപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയും പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് ലോകപ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, അവിടുത്തെ മദ്ഹുകൾ പാടിപ്പുകർത്തുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അക്രമാസക്തി ഉണ്ടായത് എന്നത് വലിയ അപമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പ്രവാചകന്റെ മാതൃക, പ്രവാചകന്റെ ആദർശവും ആശയവും അത് പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രവർത്തിക്കുക. നമുക്കറിയാം, ക്ഷമ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പ്രവാചകന്റെ ഭാഷ നമുക്ക് ശീലമാവണം. പ്രവാചകൻ ശത്രുക്കളോട് പോലും ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരുപാട് അധ്യാപനങ്ങൾ പ്രവാചകന്റെ റസൂലുള്ളാഹിന്റെ അധ്യാപനത്തിൽ നമുക്ക് കാണാമെന്നിരിക്കെ ആ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വിധം പോലീസ് വരേണ്ടി വന്നതു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. ഈ വിഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഈ സംഘർഷാവസ്ഥയ്ക്ക് പോലും കേരളത്തിൽ പള്ളികളിലും മഹല്ലുകളിലും ഉണ്ടായ പല സംഘർഷത്തിനും രാഷ്ട്രീയമായ മാനമുണ്ട് എന്ന് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് ഏത് പ്രശ്നം വരുമ്പോഴും അത് 89-ലായാലും 67-ലായാലും അതിന്റെ ശേഷവും മുമ്പും ഒക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ അതിന് ചില രാഷ്ട്രീയ പാർട്ടിയുടെ നിറവുമായി അവരുടെ അധികാരത്തിന്റെ ആധിപത്യത്തിന്റെ ഘടകവുമായി ബന്ധമുണ്ട് എന്നത് ഇപ്പോൾ നമ്മൾ വിശകലനത്തിന് മുതിരുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ആരാധനാലയത്തിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണ്. കൈവിട്ടു പോയാൽ പോലീസ് അവിടെ കയറും. പക്ഷെ ഒരു മര്യാദയുടെ ചോദ്യം, എൻ്റെ ഒരു സംശയം കിടക്കുന്നത്, ആരാധനാലയങ്ങളിൽ കയറുമ്പോൾ അടിയന്തര സാഹചര്യം ഇല്ലെങ്കിൽ പോലീസിന് നമസ്കരിക്കാനൊക്കെ വിരിച്ച വലിയ കാർപ്പറ്റും വളരെ സംശുദ്ധിയോടുകൂടി വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന ഇടത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ പോലീസിന് ആ ബൂട്ടൊന്ന് അഴിച്ചു വെക്കുന്നത് പോലീസിന്റെ പ്രോട്ടോക്കോളിനെതിരാണോ? അങ്ങനെ ഒന്ന് അഴിച്ചു വെച്ചിരുന്നെങ്കിൽ കുറെ കൂടെ വിശ്വാസികളുടെ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടി എന്നൊരു തോന്നൽ ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു സംശയം.